നിങ്ങൾ ഏറെ കൊണ്ടിട്ടുണ്ടോ? ഭയങ്കര എക്കല അവിടെ ഇറങ്ങി തെന്നിപ്പോ. അവിടെ ഇവിടെയും തിന്നുന്നുണ്ട് കേട്ടോ, അവിടെയും തിന്നുന്നുണ്ട്. ഇവിടെ നോക്കണം, അവിടെ ഭയങ്കര എക്കല, ഇവിടത്തേനും കൂടുതൽ. സമയം പോക്ക് ഇങ്ങോട്ടോന്നേ. കൊക്ക് കിട്ടിയിട്ടില്ലേ? കൊക്ക് ഉണ്ടല്ലോ അല്ലേ? വെള്ളം എടുക്കണല്ലോ, അവിടെ പോണം, നോക്കണം തന്നെ, നോക്കണം കേട്ടോ. അവിടെ തെന്നുന്നുണ്ടോ അവിടെ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉണങ്ങിയ പോലെ കണ്ടാലും അടി ചെളി ഉണ്ടെങ്കിൽ കണ്ടോ, ഇതൊക്കെ നമ്മളിങ്ങനെ മോളിൽ നോക്കുമ്പോഴേ ഉണങ്ങി കിടക്കുക, പക്ഷെ അതിൻ്റെ അടി ചെളിയാ. അത് ചവിട്ടി നമ്മൾ തന്നെ അങ്ങ് പോകും. ഒഴുക്ക് നടുക്കാണ്, ഒഴുക്കാണ്, നമ്മൾ അറിയുന്നില്ലെന്നോ ഒഴുക്കുണ്ടാവും. മറ്റേ സ്പൈഡർ ഒരെണ്ണം കാണും, ചിലപ്പോൾ ഒരു സ്പൈഡർ കാണും. എല്ലാം മഴ പെയ്തിട്ട് ചെളിയായിട്ട് ഇങ്ങനെ തെന്നി കിടക്കുക. ഞങ്ങളെന്തായാലും 2 ചൂണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. 2 ചൂണ്ട
ഒരു ചൂണ്ട പുതിയ ചൂണ്ടയാണ്. തീറ്റയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനൊന്ന് കുറച്ച് വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ, എന്നിട്ട് കോർത്തിടാം. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. ഞങ്ങൾ ആ മഞ്ഞമുള കാണുന്നതിന് അപ്പുറമൊക്കെ പോയെന്ന് ചൂണ്ട ഇട്ട സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ മണ്ണ് പോയിരിക്കുന്നത്. ഇനിയിപ്പം തീറ്റയൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങളൊന്ന് ഇട്ടതിന് ശേഷം വീഡിയോ പിടിക്കാം കേട്ടോ. ഒരാൾ 2 പേരുടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ വീഡിയോ പിടിക്കുമ്പോൾ ഒരാൾ അത് ഉണ്ടാക്കിയാൽ സമയം പോകും. അപ്പോൾ 2 പേരുടെ കൂടിയിട്ട് അതൊന്ന് റെഡിയാക്കി ചൂണ്ടങ്ങ് ഇട്ടതിന് ശേഷം വീഡിയോ പിടിക്കാം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു. കൂടുതൽ സമയം ഇവിടെയായിരുന്നു. നമ്മുടെ തൂണിൻ്റെ ചോട്ടി പോകാനുള്ള ഇവിടെ കയറ്റാനൊക്കെ ഭയങ്കര പാടാ. മീനെ അടിച്ചാലേ മീനെ അതൊന്ന് അടിച്ചു കെട്ടട്ടെ. നമ്മളത് എങ്ങനെയെങ്കിലും നമ്മൾ വലിച്ച് കറക്കി കയറ്റും. മീൻ കണക്കണം, ഒന്ന് അടിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് വന്ന സമയത്ത് ഇവിടെ ഒരു മറയിലായിരുന്നു. ആ മരത്തിൻ്റെ വീട്ടിൽ 2 ചേട്ടന്മാരിരിക്കുന്നുണ്ടായിരുന്നു. 2 ചേട്ടന്മാർ പാലാക്കാരാണ്. അവർക്ക് അവരുടെ ഇതുപോലെ ചൂണ്ട ഞാൻ വെച്ചേക്കുമായിരുന്നു. ചൂണ്ട വാള പിടിച്ചിട്ട് കൊണ്ടുപോയി ഒരു അടാറ് സാധനം ചൂണ്ട കൊണ്ടുപോയി. കമ്പ് പൊങ്ങി കിടക്കുമല്ലേ, ഒരു പുള്ളി ആടി പകുതിയായപ്പം പുള്ളി തിരിച്ചു പോന്നു. പുള്ളി മടത്തിട്ട് 6 മിനിറ്റ് കൂടിയത് കുഴപ്പമില്ല. കാലം നിൽക്കുന്നുണ്ടോ? എങ്ങനെ ഫുള്ളും കരയായിരുന്നു. ഇവരുടെ സ്പ്രിങ് തീരെ കുഞ്ഞ് സ്പ്രിങ് ആണല്ലോ അല്ലേ? ഇവരുടെ സ്പ്രിങ് തീരെ കുഞ്ഞ് സ്പ്രിങ് ആണല്ലോ. സ്പ്രിങ് ചെറുതാ. അത് ആ വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോവും. കുഞ്ഞ് സ്പ്രിങ് ഈ വള്ളിയില്ലേ, അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ബ്രൈഡേ പറ്റുള്ളൂ, ബ്രൈഡേ നിൽക്കുള്ളൂ. ശകലം മരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നിന്നാണ് പിന്നെ രോഗൂനെയും കട്ടലാനും കയറി മാവുണ്ട്. ലേശം വെള്ളം ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നത്. അതോ 10-15 കിലോ ഉള്ള ഒരെണ്ണം മൊത്തം ഒഴിക്കാതെ ശകലം സൈഡിൽ വെള്ളം ഒഴിച്ച് രോഗമൊക്കെ കയറിയ സൈഡിൽ മാത്രം ഒഴിച്ചിട്ട് ഒരു ശകലം ഒരു ബോൾ മാത്രം ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ അറിയാൻ വെള്ളം കുറവായിട്ടോ മാവ് കുറവാണെന്ന് അറിയാൻ പറ്റും. മൊത്തം ഇളക്കണ്ട. അത് മാത്രം ഒന്ന് പിടിച്ച് നോക്കി അപ്പോൾ ഒട്ടുന്നുണ്ട്. വലിയ മെച്ചമുള്ള ഫൈഡർ അല്ല അല്ലേ? ആ ഫൈഡർ ആ സ്ട്രിങ് ചില അകത്തിയാലും മതി. നമുക്കിങ്ങനെ അകത്ത ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചേ ഒരു കുറച്ച് അത്ര വേണ്ട, അത് കൂടി പോകും. അപ്പോൾ ഇടയ്ക്ക് തീറ്റ ഇരിക്കത്തില്ല. അത് മതി. ഇത്ര വെള്ളം വേണം അല്ലേ? അത്ര വെള്ളം വേണം. അപ്പോൾ ഒരു ചെറിയ പശ ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടോ? അത് പുതിയ സ്വേർട്ടാണ് കയ്യിൽ കൊടുക്കും പെട്ടെന്ന്. വള്ളി നിലക്കുറവായുണ്ട്. നല്ല മൂർച്ച പുതിയതായതുകൊണ്ടേ തുടക്കത്തിൽ നല്ല മൂർച്ചയല്ലേ. ഇങ്ങനെ വലിയ പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ലെന്ന്. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയല്ലേ റെഡി ആകുന്നത്.
അങ്ങനെ കിട്ടുന്നു, ലക്കിനൊക്കെ മീൻ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മീനൊക്കെ ആരിട്ടാലും അതൊക്കെ കിട്ടുന്ന നമ്മളൊരു ഭാഗ്യമാണ്, അത്രേ ഉള്ളൂ. ചിലപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ പോകുമ്പോൾ ഒന്നും അടിക്കാത്ത ദിവസമുണ്ട്. ചിലപ്പോൾ വരുമ്പോൾ തന്നെ 2 മണിക്കൂറിനകത്ത് തന്നെ ഇഷ്ടം പോലെ മീൻ കിട്ടിയ ദിവസമുണ്ട്. മീൻ പിടുത്തൊരു ഭാഗ്യം തന്നെ. ഒട്ടും വെയിലുമില്ല. എല്ലാം വെയിൽ വെള്ളം ചെറുതായിട്ട് ചൂടാവുകയാണെങ്കിലും നിങ്ങളെല്ലാം ഒന്ന് സൈഡിൽ വരും. ഇത് വെള്ളം ഒട്ടും ചൂടുമില്ലല്ലോ. ആ കരിമീനൊക്കെയാണെങ്കിലും വെയിലുണ്ടെങ്കിലും മുകളിൽ പൊങ്ങോളൂ. പുതിയ നല്ല മൂർച്ചയാണ്. അതാ പറഞ്ഞത്, പുതിയ സ്പൈഡർ ആയതുകൊണ്ട് പെട്ടെന്ന് കയ്യേക്കൊള്ളൂ. കഴിഞ്ഞ ദിവസം പുന്നത്തറ ഭാഗത്ത് പോയി, കഴിഞ്ഞ ഈ വള്ളത്തിന് തൊട്ട് മുമ്പ് 2 സ്പൈഡർ അപ്പം തന്നെ പോയി. 2-3 പോയി. ഉടക്കി ഭയങ്കര ഉടക്കായിരുന്നു. മതി. മതിയോ? മതി മതി. എളുപ്പമുണ്ട്. അങ്ങനെ കണ്ണ നിൽക്കുന്ന ആവശ്യം. അതാണ് ഇങ്ങനെയാണ്. പിന്നെ 10 ചൂടാ അല്ലേ? ഒരെണ്ണം കണ്ട ആദ്യത്തെ മീനൊക്കെ ഇട്ടട്ടെ. കുറച്ച് ഭാഗ്യമാണ് ഇല കൊള്ളാതെ പോയത് കേട്ടാ. കുറച്ച് ഭാഗ്യമാണ് ഇല കൊള്ളാതെ പോയതേ. അതുകൊണ്ട് എറിയുമ്പോൾ ശക്കലൊക്കെ വെട്ടിച്ച് എറിയാം. അല്ല അതെ, കറക്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയത്. മതി, ടൈറ്റായി. അല്ലേ? ടൈറ്റായി. നല്ല മഴക്കാർ കയറുന്നുണ്ട്. അവിടെ നല്ല അവിടെ എടുത്ത് വെച്ചാൽ മതി. ഞാൻ സന്ധ്യ നമ്മളെ വരുള്ളൂ. ഭയങ്കരമായിട്ട് മഴക്കാർ കയറി വരുന്നത്. നമ്മൾ ചൂണ്ട വന്ന് ഇട്ടതേ ഉള്ളൂ.
ഇട്ട ആ സമയത്തിന് അതിപ്പം മഴ പെയ്യുന്ന പോലെ നിൽക്കുന്നത്. എന്തായാലും ഒന്ന് മീൻ കിട്ടിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഇന്ന് നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു സ്ഥലത്താണ് കേട്ടോ. ഇഷ്ടംപോലെ വരാലുണ്ട്, വരാൽ. ഇവിടെ ഒരു പാടത്തിനടുക്കൊരു ചെറിയ ചിറയുണ്ട്. ഈ ചിറയ്ക്ക് ഇപ്പുറം തോടാ. ഈ തോട്ടിൽ ഇഷ്ടംപോലെ മീനുള്ള തോടാണ്. ഇതിങ്ങനെ ആ പറമ്പിലേക്ക് ഇങ്ങനെ ഓരോരോ ചാലുകൾ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ചാല്, അപ്പുറം ഒരു ചാലുണ്ട്. ഇവിടെ ഒരു ചാലിനകത്ത് ഒരു കൂട് വെച്ചിട്ടുണ്ട്, മീൻ പിടിക്കുന്ന കൂട് വെച്ചിരിക്കുകയാണ് കണ്ടോ. ആ ചാലിൽ കൂടെ നല്ല വെള്ളം ഒഴുകുമ്പോൾ മീൻ കിട്ടും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചൂണ്ടയായിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ വീതിയുള്ള തോടാണ്. അത് വലിയ തോട്ടിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ് ഇതിൻ്റെ കൂടെ. ഈ ചാല് കയറിയതിന് അതിനകത്തേക്ക് ഇഷ്ടംപോലെ ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് എല്ലാം മീനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമുക്ക് അവിടെ പോയിട്ടൊന്നും കിട്ടിയില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പരിശ്രമിച്ച് നോക്കാം. ഇവിടെല്ലാം വെള്ളം കയറി ഇറങ്ങിപ്പോയതാണ്. ഈ പറമ്പിലെല്ലാം വെള്ളം കയറിയതാണ്. നമ്മൾ നടന്നു പോകുന്നതെല്ലാം മുങ്ങിക്കിടന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം നല്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ മീൻ ഉള്ള സ്ഥലമാണ്. ഈ ചെറിയൊരു ചാലുണ്ടായിരുന്നു. ഈ ചാലിൽ കൂടെ ഈ പാടത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നൊരു ചാലായിരുന്നു. ഇതിലിറങ്ങുമ്പോൾ ഇവിടെ ഈ ചാലിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നത് മീനുണ്ടായിരുന്നു. നമുക്കിതിൽ അങ്ങോട്ട് പോകാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് അറ്റത്തേക്ക് ചെല്ലാം. അവിടെ നമ്മുടെ സുഹൃത്തുക്കളുടെ വല വീശുന്നുണ്ട് കേട്ടോ. എന്താ കൂട്ടിനകത്ത് മീനെ പിടിച്ചിട്ടിരിക്കുന്ന കരിമീനെ കിടക്കുന്ന കണ്ട. പുല്ലനുണ്ട്, കൂരലുണ്ട്. ഒക്കെ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടും വീശുന്നവർക്ക് മീൻ കിട്ടും. പക്ഷേ കാട് പിടിച്ചതിനകത്ത് കയറി അതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കയറിപ്പോയി വീശാനൊന്നും പറ്റത്തില്ല. ചൂണ്ടയായിട്ടൊന്ന് പോയി നോക്കാം. വല ഇട്ട് വിൽക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് നമ്മുടെ വലയല്ല, വലയാണ് നമ്മുടെ ഒരു
ഇങ്ങോട്ട് വാടാ. ആ കരിമീൻ മുഴുവൻ കയറുമോ അവന്? അവിടെ വീണ്. കുറ്റിയൊക്കെ ഉണ്ട്, കാല് പോകല്ലേ. വലയായിട്ട് പോയിട്ട് വീണ്. ഇതവിടെ ആ മഞ്ഞ കമ്പ് കാണുന്ന മുളയാ, അത് വെച്ച് കെട്ടിയിട്ട് വലയിട്ടിട്ട് ഒരു ഭാഗത്ത് തെളിച്ചിരിക്കുക. അപ്പോൾ അതിനകത്ത് വല വീശി കഴിയുമ്പോൾ മീൻ കിട്ടും. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന മീനെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് വീശ്. പാടം നിറച്ച് മീൻ കയറി കിടപ്പുണ്ട്. നമ്മൾ വീശാൻ പോവാണ്. വിഷുവാണ്. അയ്യോ വേണ്ട, വലയുടെ മുകളിൽ കയറി. എന്നാ അതിൻ്റെ മുകളിൽ കയറി. വലിച്ചതാ. ശരി, വീശ ആകപ്പടെ അലമ്പിപ്പോയി. വല ഉടക്കി. വീടല്ലേ, വെള്ളത്തിൽ പോകല്ലേ. വല ഉടക്കിയത് എടുത്ത് വിടുവാണ്. എടുത്ത് വിട്ട്. പപ്പടം വട്ടത്തിലാ. ഒരു കിലോ കരിമീൻ ഉണ്ടാവും. അത് പോയല്ലേ. എങ്ങനെയായിട്ട് സ്വാഭാവികല്ലേ മീനെ കാണാൻ നേരത്ത്. മീനില്ലെങ്കിൽ കറക്റ്റായിട്ടോട്ട് വിരിയും. മീനുള്ളതാണല്ലോ കറി കിടക്കിയത്. എന്നാ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാ എന്നാന്ന് പറഞ്ഞാൽ മിഷ്യമ്പല ആണേലും അതിലോട്ട് കണ്ട് മാത്രം കണ്ടമാനം ഓട്ടമാടാ. ജോയിന്റ് അടിച്ചതാണോ ഓടുന്നത്? ജോയിന്റ് അടിച്ച് തന്നതല്ല, വളരെ ജോയിന്റ് ഉണ്ട്. ജോയിന്റാണോ ഓടുന്നത്? ജോയിന്റ് ഓടുന്നില്ല അല്ലേടാ. ജോയിന്റ് അല്ല, കണ്ണാ ഓടുന്നത്. വളരെ കുഴപ്പമാണ്. മേടിക്കുന്ന വലയുടെ കുഴപ്പം തന്നിട്ട് അവൻ തന്നെ ഉണ്ടാക്കുന്നത്. വലയുടെ കുഴപ്പമാണ്. ഞാൻ ഉണ്ടാക്കിയ വലയല്ലോ അത്. പിന്നെ ആരാ ഉണ്ടാക്കിയത്? വല മിഷ്യമ്പലല്ലേ മേടിക്കുന്ന വലയുടെ. അല്ലടാ, അതുപോലെ തന്നെ ഇപ്പോൾ മിഷ്യമ്പല ആണേലും ആ തണ്ട് മാത്രം ചേരുന്ന എത്രയോ ഒരുപാടും കളയേണ്ട. നേറ്റാടിയും മണി ഒന്നും മാറി. അതന്ന് എനിക്ക് അരമ്പരാണ്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ അത് കാണും. വേറെ 3-4 കുഞ്ഞ് സിലോപ്പിയായും 2-3 പുല്ലിനെ അവിടെ തന്നെ വീട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ തെളിയിക്കുന്നപ്പോൾ വീട്ടുമായിരുന്നു. ഇപ്പോഴല്ലേ ഈ വല
ഇവയൊക്കെ എന്ത് കഷ്ടപ്പാടാണെന്നറിയാമോ ഒന്ന് വന്നെത്തിപ്പെടാനായിട്ട്. മീനങ്ങനെ ഞാൻ പിടിക്കും, ഇവിടുന്ന് എത്തിപ്പെടാനാണ് പാട്. വേണ്ട അതിനകത്തൊക്കെ പള്ളത്തിൽ ഇഷ്ടം പോലെ പള്ളത്തിൽ നിൽപ്പുണ്ട്, നമുക്ക് കാണാം. അവിടെ നോക്കി അതിനെ കാണാം. പിടിക്കാൻ പറ്റത്തില്ല, വീശാനും മേലെ വാച്ച് കൊണ്ട് ഇടാനും പറ്റത്തില്ല. ഇത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ വലിയ ആറുണ്ട്, ആറിന് അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് അവിടെ നോക്കിയിട്ട് അവിടെ ഒന്ന് ചൂണ്ടിടാൻ പറ്റുമെന്ന് നോക്കാം. എന്നാൽ നിങ്ങളിങ്ങോട്ട് പോവാം, നമുക്ക് അങ്ങ് പോവാം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ വന്നിരുന്നാണ് ചൂണ്ടയിടുന്നത് കേട്ടോ. ഇതെല്ലാം വെള്ളം കയറി കംപ്ലീറ്റ് ഇതായിരിക്കുക. നമുക്കൊന്ന് നമ്മൾ താഴെ നിൽക്കുന്ന ഭാഗമൊക്കെ മൊത്തം ചെളി കയറിയിട്ട് നിൽക്കാൻ മേലാത്തതായിരിക്കുക. ഒരു 2 അടി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാം. ഇതെല്ലാം നല്ലപോലെ ഒഴുക്കുമുണ്ട് ഇപ്പോൾ. ആ തോട്ടിലേക്ക് ആ കറുത്ത വെള്ളം വരുന്നതുണ്ട്, അതവിടെ വലിയ ആ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതൊന്ന് ഈ സൈഡിൽ കൂടെ ഇത്രയും ഭാഗം കറുത്ത കളറിൽ ചാടുന്ന കണ്ട. ആ വെള്ളം തെളിഞ്ഞാലാണ് നമുക്ക് വല്ല മീനും കിട്ടുക. ഇവിടെ നമ്മളൊന്ന് സമയം കളയണ്ട, സമയം കളയാതെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ആരുമില്ല, അല്ല ഇവിടെയെല്ലാം ഇഷ്ടംപോലെ ആൾക്കാരിന്ന് ചൂണ്ടയിടേണ്ട സ്ഥലങ്ങളതെല്ലാം. ഒരു ചേട്ടൻ അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോവാം.